ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ലാസ്റ്റ് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത് ഡിഫറൻഷ്യൽ മാനോമീറ്ററിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാനൊന്ന് പ്രീവിയസ് ഇയർ ഡേയ്സിലെ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുവാണ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ട് മാനോമീറ്ററും മെക്കാനിക്കൽ ഗേജസും ആണ് നമ്മൾ പഠിച്ചത്. അതിൽ മെക്കാനിക്കൽ ഗേജസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ബട്ട് മാനോമീറ്റർ വേണം. ആ മാനോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഗേജ് പ്രഷറും വാക്വം പ്രഷറും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മാനോമീറ്ററിൽ തന്നെ സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ മാനോമീറ്ററിനകത്താണ് പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ, ഇത് ഇത്രയും വരുന്നത്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ എന്ന് ചോദിച്ചാൽ അത് പീസോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ സിമ്പിൾ മാനോമീറ്ററിൽ നമുക്ക് എന്തോ മെഷർ ചെയ്യാൻ പറ്റുന്നത് ഒരു പോയിന്റിലെ പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മാനോമീറ്ററിൽ രണ്ട് ടൈപ്പാണെന്ന് പറഞ്ഞു, സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പോൾ ആ ഡിഫറൻഷ്യൽ മാനോമീറ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ മാനോമീറ്ററിൽ എന്താ പറഞ്ഞത്, ഒരു പൈപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാനാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ എ പൈപ്പ്. ഒരു പൈപ്പിൽ 2 പോയിൻറ്റ്സിനിടയിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ 2 പൈപ്പുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൈപ്പിൽ 2 പോയിൻറ്റ്, ഈ 2 പോയിന്റിന് ഇടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് പൈപ്പ്, ആ പൈപ്പിൽ എത്രയാണ് പ്രഷർ ഡിഫറൻസ് എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുന്നത്. So devices used for measuring difference of pressure between 2 points in a pipe or in 2 different pipes. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്താണ്, യൂട്യൂബ് തന്നെയാണ് നമ്മൾ മാനോമീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു യൂട്യൂബ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഹെവി ലിക്വിഡോ ലൈറ്റ് ലിക്വിഡോ അതിലുണ്ടാവാം, ഡിപ്പെൻസ്. ഓക്കെ, whose two ends are connected to the points whose difference of pressure is to be measured. നമുക്ക് ഡിഫറൻസ് ഇൻ പ്രഷർ കണ്ടുപിടിക്കേണ്ട രണ്ടിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 യൂട്യൂബ് മാനോമീറ്ററിൻ്റെ 2 എൻഡ്സും നമ്മൾ കണക്ട് ചെയ്യും. അത് നമ്മൾ നേരത്തെ സിമ്പിൾ മാനോമീറ്ററിലെല്ലാം പറഞ്ഞത് എന്തായിരുന്നു, നമ്മുടെ ഒരു പൈപ്പ് ഉണ്ട്, അതിൽ എ എന്നുള്ള പോയിന്റിലെ പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ എടുത്തിട്ട് ഒരു എൻഡ് ആ പൈപ്പിലേക്ക്, മറ്റേ എൻഡ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിവിടെ എന്താണ്, പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സപ്പോസ് എനിക്ക് 2 പൈപ്പുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസുകളാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ യൂട്യൂബിൻ്റെ ഒരു എൻഡ് ഒരു പൈപ്പിലേക്കും മറ്റേ എൻഡ് അടുത്ത പൈപ്പിലേക്കും നമ്മളിങ്ങനെ കണക്ട് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഏതൊക്കെയാണ്, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്, ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. ഈ യൂട്യൂബാണ് ഞാനിപ്പോൾ വരച്ചത്. ഇൻവെർട്ടഡ് യൂട്യൂബിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, നമ്മുടെ പൈപ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് എന്ത്, ഇൻവെർട്ടഡ് യൂട്യൂബ്. ഓക്കെ, നമ്മൾ സാധാരണ വയ്ക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് വയ്ക്കുന്നത് അല്ലേ, അതിന് പകരം നമ്മൾ അതിനെ ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്യൂബിൽ സാധാരണ മെർക്കുറി പോലുള്ള മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ പ്രഷർ കണ്ടുപിടിക്കേണ്ടത്, പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്, ചിലപ്പോൾ 2 പൈപ്പിലും വാട്ടർ ആയിരിക്കാം. എനിവേ, നമുക്ക് ഏത് ലിക്വിഡിൻ്റെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് അതിനേക്കാളും ഹെവിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് വേണം നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് എടുക്കാനെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്, ഇൻവെർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇതിനെന്തുണ്ട്, ഒരു യൂട്യൂബ് ഉണ്ട്, അതിനകത്ത് എന്തോ ഒരു ഹെവി ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഹെവി ലിക്വിഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ. 2 ends of the tube are connected to the points whose difference is to be measured. നമുക്ക് എയും ബിയും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ യൂട്യൂബിൻ്റെ 2 അറ്റും ആ 2 പോയിൻറ്റ്സിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ദ ഫ്ലോ സെക്ഷൻ ടു വിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കഥ തന്നെയാണ്, നമുക്ക് 2 പോയിൻറ്റ്സിനിടയിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, സപ്പോസ് നമ്മുടെ ഇവിടെ വരുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ 1 ആണ്, ആൻഡ് ഇവിടുത്തെ ഡെൻസിറ്റി റോ 2 ആണ്. നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ജി ആണെന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് നിങ്ങൾ കണ്ടു കാണാം. എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റത്തിൽ നിന്നും
എന്താ, ഇതാണ് നമ്മുടെ ഡേറ്റ. ഓക്കെ, ഡേറ്റ നമ്മൾ എവിടെ എടുക്കേണ്ടത്? 2 ലിക്വിഡ്സ് എന്താണ് വന്ന് കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു സർഫസ്, അത് വേണം ഡേറ്റമായിട്ട് എടുക്കാൻ. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു ഏറ്റവും ലോവർ ആയിട്ടുള്ള സർഫസ് വേണം എടുക്കാമെന്നത്. സോ ഇവിടെ ലോവർ എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെയും കോണ്ടാക്ട് വരുന്നുണ്ട്, ഇവിടെയും കോണ്ടാക്ട് വരുന്നുണ്ട്, ബട്ട് ലോവർ പോയിൻ്റാണ് നമ്മൾ ഡേറ്റമായിട്ടുള്ളത്. സോ നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഡേറ്റത്തിന് മുകളിൽ എത്രയാണ് ഹൈറ്റ്, അതാണ് H എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ പൈപ്പ് ബിയുടെ സെൻറ്റർ വരെയുള്ള, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് മുതൽ, അതായത് നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് മുതൽ രണ്ടാമത്തെ പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് Y. ഇനി ഇവിടെ എച്ച് കാണിച്ചിരിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് എച്ച് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ എച്ച് എന്നുള്ള ഹൈറ്റിലാണല്ലോ നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇരിക്കുന്നത്. സോ ആ എച്ച് വരെയുള്ള ഡിസ്റ്റൻസാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എച്ച്. ഓക്കെ, അതായത് മാനോമെട്രിക് ഫ്ലൂയിഡിന് മുകളിൽ ബി എന്നുള്ള പൈപ്പ് വരെയുള്ള സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് Y. ആൻഡ് മാനോമെട്രിക് ഫ്ലൂയിഡിന് മുകളിൽ എത്രയാ, ഇവിടെ ഈ ഒരു ലെവലിൽ നിന്നും നമ്മുടെ എ എന്നുള്ള പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൈറ്റാണ് H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് P ലെഫ്റ്റ് ഈക്വൽ ടു P റൈറ്റ്, ഇത് തന്നെയല്ലേ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു ഡേറ്റം എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഓൺ ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു പ്രഷർ ഓൺ റൈറ്റ് ലിംബ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിലെയും പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് എഴുതാം P ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പ്രഷർ ഉണ്ട് അല്ലേ. സോ നമുക്ക് എഴുതാം PA പ്ലസ്, പിന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡിൻ്റെ ഈ ഒരു ഹൈറ്റ് കാരണം ഒരു പ്രഷറുണ്ട്. അതെന്താണ്? ഇവിടുത്തെ ഡെൻസിറ്റി ρ1 ആണ്. G ഇവിടുത്തെ ഹൈറ്റ്, ഇത്രയും ഹൈറ്റ് എത്ര വരും? ഇത്രയും ഹൈറ്റ് H ആണ്. ആൻഡ് ദിസ് ഈസ് H. സോ നമുക്ക് എന്ത് എഴുതാം? ρ1 G H പ്ലസ് H എന്ന് എഴുതാം. ഓക്കെ, H പ്ലസ് H. അതേപോലെ നമുക്ക് P റൈറ്റ് എഴുതണം. P റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പോയിന്റിലെ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? പൈപ്പ് ബി എന്ന് പറയുന്ന പൈപ്പുണ്ട്, അതിലൊരു പ്രഷറുണ്ട്, അതാണ് PB. പ്ലസ് ഈ ഒരു ലിക്വിഡ് കാരണം ഈ ഒരു ഹൈറ്റിലുണ്ടാവുന്ന പ്രഷർ അതെന്ത് വരും? ρ2 G Y എന്ന് വരും. പ്ലസ് നമുക്ക് ഈ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് കാരണം ഉണ്ടാവുന്ന ഒരു പ്രഷർ, ദാറ്റ് ഈസ് ρg. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എഴുതിയത് പോയി. ഇതുവരെയുള്ള ഹൈറ്റാണ് H എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റാണ്. ഓക്കെ, ഞാൻ വീണ്ടും എഴുതുന്നില്ല. P റൈറ്റ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. P റൈറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ρg GH പ്ലസ് ρ2 GY പ്ലസ് PB എന്ന് വരും, ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും പ്രഷർ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. സോ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുക, PA മൈനസ് PB കണ്ടുപിടിക്കുക. ഓക്കെ, PA മൈനസ് PB നമുക്ക് അതിൽ നിന്ന് കിട്ടും ρg മൈനസ് ρ1 ഇൻറ്റു H അല്ലെങ്കിൽ GH പ്ലസ് ρ2 GY മൈനസ് ρ1 GH എന്നാണ് നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും കാണാൻ പഠിക്കരുത്, ഇതേപോലെ എഴുതാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി ഇവിടെ H എന്ന് പറഞ്ഞാൽ എന്താണ്? H എന്ന് പറയുന്നത്, H എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് മെർക്കുറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ്, ആ ലെവലിൻ യൂട്യൂബ്, അതാണ് H എന്ന് പറയുന്നത്, ഡിഫറൻസ് ഇൻ മാനോമെട്രിക് ലെവൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഡിഫറൻഷ്യൽ ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ കഥയാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ ഈ യൂട്യൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ലോ ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസ് ഒന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ലോ പ്രഷർ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ഇൻവെർട്ടഡ് യൂട്യൂബ് ഉണ്ട്. അതിനകത്ത് എന്താണ്? ഈ ഇൻവെർട്ടഡ് യൂട്യൂബിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു ലൈറ്റ് ലിക്വിഡാണ്. ഓക്കെ, ശരിക്കുള്ള യൂട്യൂബ് മാനോമീറ്ററിനകത്ത് എന്താണ്? ഹെവിയർ ലിക്വിഡാണ്. ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിന് നമ്മൾ ലൈറ്റ് ലിക്വിഡ് എടുക്കണം, എന്നാലും നമുക്ക് വളരെ ചെറിയ പ്രഷർ ഡിഫറൻസ് പോലും നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ആ ട്യൂബിൻ്റെ 2 എൻഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണോ നമുക്ക് പ്രഷർ മെഷർ ചെയ്യേണ്ടത് അവിടേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, so it is used for measuring the difference of pressure between 2 points in the flow section to which it is connected. ഇനി ഇതിന് നമ്മൾ 2 കണ്ടീഷനിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസിലേക്ക് നമ്മൾ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ when the specific gravity of manometric fluid is less than 1,
നമുക്ക് ഇവിടെയുള്ള മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ എന്താ പറഞ്ഞത്, ലൈറ്റർ ലിക്വിഡ് വേണം എടുക്കാനാണെന്ന് പറഞ്ഞു. സോ അത് >1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്ക് പ്രോബ്ലം വരുന്നത് എങ്ങാനും ചോദിക്കുവാണെങ്കിലും പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ A and B കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം, അവിടെ നമുക്ക് എഴുതുന്നത് ഇവിടെ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡേറ്റ് എടുത്തേക്കുന്നത് കണ്ടോ നിങ്ങൾ. നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മൾ 2 ലിക്വിഡ്സ് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ്, അതിൽ ഏറ്റവും ലോവർ ലെവൽ വേണം എടുക്കാനെന്നാണ് പറഞ്ഞത് ഡേറ്റ. ഇവിടെ ഈ ഒരു ലെവലും ഉണ്ട്, ഈ ഒരു ലെവലും 2 ലിക്വിഡ്സ് കോണ്ടാക്റ്റിൽ വരുന്ന പോയിൻ്റാണ് അല്ലേ. പക്ഷേ ഇവിടെ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് നമ്മൾ ലോവർ ലെവൽ എടുക്കത്തില്ല, അപ്പർ ലെവൽ വേണം എടുക്കുക. നേരെ തിരിച്ച് നമ്മൾ യൂട്യൂബിൽ എന്ത് ചിന്തിച്ചോ അതിന് നേരെ തിരിച്ച് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പർ ലെവൽ ഏതാ വരുന്നത്, ഈ ഒരു പോയിൻ്റാണ് വരുന്നത്. സോ ഇവിടെ ഇതിന് അബൌട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡേറ്റം വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് എഴുതാം, നമ്മുടെ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ പൈപ്പിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടാകും, അത് PA ആണ്, ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഓക്കെ, പൈപ്പിലുള്ള പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡേറ്റത്തിന് അബൌട്ടായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ ഇൻവെർട്ടഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് അല്ലേ എടുക്കേണ്ടതെന്ന് ചിന്തിക്കും. അല്ല, ഇവിടെ പൈപ്പിലുള്ള പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു, PA എഴുതാം. ഇനി ഈ ഒരു ലിക്വിഡിൻ്റെ ഹൈറ്റ് കാരണം എന്തുണ്ട്, ഇവിടെ ഒരു പ്രഷർ ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്താണ്, ഇൻവെർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, -ρ1gH1, അതായത് സാധാരണ നമ്മൾ PA + ρ1gH1 എന്നാണ് എഴുതുന്നത്. ഇൻവെർട്ടഡ് ആയതുകൊണ്ട് ഇവിടെ -ρ1gH1 എന്ന് എഴുതണം. ഓക്കെ, ρ1gH1. ഇനി ഞാൻ പ്രഷർ ഓൺ റൈറ്റ് ലിംബ് എന്ത് വരും, ഇവിടെ PB എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. സോ PB മൈനസ് ഈ ഒരു ലിക്വിഡിൻ്റെ ഹൈറ്റ് കാരണം അവിടെ ഉണ്ടാകുന്ന എന്താണ്, ρ2gH2 ആണ്. അതായത് ഈ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ρ2, ഇത് ρ1 ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ ഞാൻ ഡെൻസിറ്റി എടുക്കുന്നു ρg എന്നുള്ള. ഓക്കെ, അപ്പോൾ ഇനി ഈ നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് കാരണം ഇവിടെ ഒരു പ്രഷർ ഉണ്ടാകത്തില്ലേ, അതെന്ത് വരും, അതെന്ന് പറയുന്നത് -ρg(gH) എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, PA - PB ആണ് കണ്ടുപിടിക്കേണ്ടത്. PA - PB = എന്ത് വരും, ρ1gH1 -ρ2gH2 -ρg(gH) എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രഷർ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ എടുക്കുമ്പോൾ നമ്മൾ PA PB എന്ന് എഴുതുന്ന പ്രഷർ, പൈപ്പിലെ പ്രഷർ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ബട്ട് ഈ ഒരു ലിക്വിഡിൻ്റെ ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്മോൾ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് അലോങ് എ പൈപ്പ് ലൈൻ carrying water is to be measured using a U2 manometer. The manometric fluid is to be used is. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പൈപ്പ് ലൈനിലെ 2 പോയിൻറ്റ്സിനിടയിലുള്ള പ്രഷർ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആ പൈപ്പിൽ എന്താണ്, വാട്ടറാണ് ഉള്ളത്, അതുപോലെ തന്നെ ഓക്കെ വാട്ടറാണ് പൈപ്പിലുള്ളത്. ഇനി നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഏതാ, U2 മാനോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, U2 മാനോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ദ മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് ടു ബി യൂസ്ഡ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട പ്രഷർ ഡിഫറൻസ് ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് മെഷർ ചെയ്യേണ്ട പ്രഷർ ഡിഫറൻസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മെർക്കുറിയാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആസ് എ മാനോമെട്രിക് ഫ്ലൂയിഡ്. ഓക്കെ, ഇനി പ്രഷർ ഡിഫറൻസ് വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രഷർ ഡിഫറൻസ് വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എ മിക്സ്ചർ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് കെറോസിൻ ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പം നമ്മൾക്ക് പ്രഷർ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെയും കെറോസിൻ്റെയും ഒരു മിക്സ്ചർ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രഷർ ഡിഫറൻസിന് വേണ്ടി കണ്ടുപിടിക്കാൻ നേരത്തെ U2 മാനോമീറ്ററിൽ എടുക്കേണ്ട മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏത് വരും, കാർബൺ ടെട്രാക്ലോറൈഡ് വേണം കറക്റ്റ് ആൻസർ. കെറോസിനേക്കാളും കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെയും കെറോസിൻ്റെയും എന്താണ് മിക്സ്ചർ എന്നാണ് പറഞ്ഞത്, ബട്ട് കാർബൺ ടെട്രാക്ലോറൈഡാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, For measurement of small pressure differences, a mixture having specific gravity 1.1 is used. Okay, small pressure difference ആണ് കണ്ടുപിടിക്കുന്നത്. So 1.1 specific gravity ഉള്ള ഒരു മിക്സ്ചറിനെ യൂസ് ചെയ്തു. The magnification so obtained in the differential head shall be.